ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ സാരിയിൽ നിന്നും മദർ ഡോട്ടർ കോംബോയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കോംബോ ചെയ്യുന്നത് കസവ് സാരിയിൽ നിന്നാണ്. ഇത് നവംബർ 1 കേരള പിറവി സ്പെഷ്യൽ ഡ്രസ്സാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. ആദ്യം നമുക്ക് മദർ ഡ്രസ്സാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യോക്ക് പോർഷന് വേണ്ടി 2 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിനും ഫ്രണ്ടിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 16 ഇഞ്ചിലാണ്. 15 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് 16 ഇഞ്ച് വരുന്നത്. ഇനി വീതി എടുക്കുന്നത് നിങ്ങളുടെ ചെസ്റ്റ് സൈസിൻ്റെ വീതിയേക്കാളും 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ഷോൾഡർ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ലെങ്തും നമുക്ക് 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. നമുക്ക് ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ 4 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രയാണോ സീം അലവൻസ് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കാം. 1.5 ഇഞ്ചോളം സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. കൂടെ സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളാണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത് ആണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് കൂടി താഴ്ത്തി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും യു നെക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ യോക്ക് പോർഷൻ്റെ താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചോളം മാർക്ക് ചെയ്ത് നമുക്കൊന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ സൈഡ് ഭാഗം ഒന്ന് തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ യോക്ക് പോർഷൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ യോക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ പീസിൽ വെച്ച് നമ്മുടെ കസവിൻ്റെ പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ മിഡിൽ ഭാഗത്തായി നമുക്ക് ഈ കട്ടി കൂടിയ ബ്ലൂ ഇല്ലേ, ഡാർക്ക് ബ്ലൂ കളർ വെച്ച് ബോർഡറും കൂടി കൊടുക്കണം. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗം നോക്കാം. സ്കേർട്ട് പോർഷൻ ഞാനിവിടെ എടുക്കുന്നത് സെമി അംബ്രല്ല രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോർഡർ ഭാഗം ലാസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് 2 സൈഡിലുമുള്ള ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബോർഡിൻ്റെ വീതി ഇവിടെ 2 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട്. 2 ബോർഡർ ചേർത്താണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ലെങ്ത് കൊടുക്കുമ്പോൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്, അതായത് ആ 4 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ബാക്കി മെറ്റീരിയൽ ഇതുപോലെ ഞാൻ 4 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിഡ്ത്ത് വരുന്നത് 4 ആക്കി ഫോൾഡ് ചെയ്യുമ്പോൾ 27 ഇഞ്ചോളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കോർണറിൽ നിന്നും അടുത്ത കോർണറിലേക്ക് ഇതുപോലെ 2 പീസ് ഈ രീതിയിലാണ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ യോക്ക് പോർഷൻ ഇല്ലേ, അത് ഈ ഒരു മടക്ക് ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ആ വീതി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്നും എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ 12.5 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ ടേപ്പ് വെച്ച ശേഷം 12.5 ഇഞ്ച് ഈ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൂടി എടുക്കാം. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു 11 ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 44 ഇഞ്ചോളം വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ്റെ വീതിയുമായി മാച്ചായി തന്നെ കിട്ടുന്നുണ്ട്. ഇനി താഴത്തേക്ക് എത്ര ലെങ്ത് വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് മൈനസ് ചെയ്ത ശേഷമാണ് ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. ഇപ്പോൾ 30 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടേപ്പ് ഇതേ മുകളിൽ വെച്ച ശേഷം മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ 12.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ വെച്ച ശേഷം ടേപ്പ് ഇതേ ഇതുപോലെ ഒന്ന് നീക്കി നമുക്ക് 30 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഈ 30 ഇഞ്ച് 2 ക്ലോത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് 2 പീസാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത ശേഷം നമുക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ അടിയിൽ വരുന്ന പീസില്ലേ അത് ഇതേ ഇതുപോലെ ആ സ്ട്രെയിറ്റ് ഭാഗം നമ്മുടെ ആ സ്ട്രെയിറ്റ് ഭാഗത്തോട് ചേർന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ താഴെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം അതുമായിട്ട് വെച്ച് നമ്മൾ അതേ ഷേപ്പിൽ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇനി ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ വേസ്റ്റ് ഭാഗം നമ്മുടെ കുർത്തിയുടെ യോക്ക് പോർഷനുമായിട്ട് വെച്ച ശേഷം എ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ രീതിയിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ താഴെ ഈ ബോർഡർ വരുന്ന രീതിയിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3/4 സ്ലീവാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്തും എത്ര വേണമെന്ന് നോക്കിയ ശേഷം സ്ലീവ് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവിന് മാത്രമായിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഡൗട്ട്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ ചാൻസ് ഉള്ള വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ സ്ലീവ് ഞാൻ രണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ബോർഡർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിലേക്ക് വെക്കാൻ വേണ്ടി ക്യാൻവാസ് യു നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വശവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലൈനിങ്ങുമായിട്ട് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസിലേക്കും ക്യാൻവാസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവ് ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ്ങുമായി ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പോർഷൻ നമ്മുടെ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ബോർഡർ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഞ്ച് വീതിയിലുള്ള ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് യോക്ക് പോർഷനുമായിട്ട് നമ്മുടെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാം. അപ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കി പോർഷൻസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമൊന്നും കാണിക്കുന്നില്ല. സാധാരണ ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. അപ്പോൾ ബാലൻസ് ഉള്ള പീസിൽ നിന്നാണ് ഞാനിവിടെ ഫ്രോക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ബോർഡറില്ലേ ബോർഡർ 2 ബോർഡർ ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീതിക്ക് തന്നെ ഫ്രണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്ന മെഷർമെൻറ്റ് 24 ഇഞ്ചിലാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷന് വേണ്ടി നമുക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ യോക്കിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ എടുക്കുന്നത് 10.5 ഇഞ്ചിലാണ് ലെങ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഷോൾഡറും ആം ഹോളിൻ്റെയും മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 5 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെ ഞാനിവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കൂടെ സീം അലവൻസും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് സീം അലവൻസും കൂടി കൂട്ടി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ്റെ താഴെ ഭാഗത്ത് കർവ് ചെയ്ത് കൂടി കൊടുക്കണം.
ഇനി നെക്കിൻ്റെ അകലമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം മെലിഞ്ഞ കുട്ടിക്കുള്ളതാണ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെക്കിൻ്റെ അകലം എടുക്കുന്നത് 1.25 ഇഞ്ചാണ് കേട്ടോ. ഇനി നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ വണ്ണമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് 2-2.25 വരെ നെക്കിൻ്റെ അകലം എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ സിപ്പ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. 1 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒറ്റ പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ 2 പീസും കൂടി ചേർത്ത് വെച്ചിട്ട് ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. ബാക്കിൽ സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് എടുക്കുമ്പോൾ സിപ്പിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലൈനിങ് പീസ് നല്ല പീസിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും അതുപോലെ തന്നെ എടുക്കാം. ഇനി ഇതിന് വേണ്ട സ്കേർട്ട് പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. സാധാരണ ഫ്രോക്ക് ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 4 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രോക്കിൻ്റെ വിഡ്ത്ത് 20 ഇഞ്ച്, മൊത്തത്തിൽ 80 ഇഞ്ചാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ബോർഡറോട് കൂടി 18 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ബാലൻസ് തുണി നമുക്ക് മൊത്തത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജോയിനിങ് പാർട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. സാധാരണ ഫ്രോക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇത് ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.